ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാധാന്യമേറിയതായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇന്ന് രാത്രി നമ്മൾ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡീമൺസ്, അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡീമൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നത് എപ്രകാരമാണ്, ഏതെല്ലാം മേഖലകളിൽ ഡീമൺസ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആ പ്രത്യേകമായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ചിന്തിച്ചു. ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് എങ്ങനെയാണ് ഡീമൺസ് കടക്കുവാനുള്ള വഴി, ഏതെല്ലാം വഴികൾ. ഡീമൺസ് ഈവൻ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലാണെങ്കിലും ഒരു നോൺ ബിലീവറുടെ ജീവിതത്തിലാണെങ്കിലും ഡീമൺസിന് കയറുവാൻ സാധ്യമല്ല. കയറുവാൻ സാധിക്കും, എന്നാൽ കയറുവാൻ സാധ്യമല്ല. ഒരു വഴി തുറന്നു കൊടുക്കാത്തിടത്തോളം കാലം അവർക്കൊരിക്കലും കടക്കുവാൻ സാധ്യമല്ല. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ വഴി തുറന്നു കൊടുക്കുന്നത്? പ്രധാനമായിട്ട് 4 രീതികളിലാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് രാത്രി ആ വിഷയം വിട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കടന്നു വരാത്തവർ പെട്ടെന്ന് നോട്ട് ചെയ്താട്ടെ. 4 പ്രധാനപ്പെട്ട രീതികളിൽ ഡീമൺസ് കടന്നു വരുവാനായിട്ട് ഇടയാകും. ദൈവമക്കള് ഒരുക്കി കൊടുക്കുന്ന സെൽഫായിരിക്കുന്ന വാതിൽ തുറന്നു കൊടുക്കുന്ന 4 മേഖലകൾ. ഒന്നാമത്തെ മേഖലയാണ് വിൽഫുൾ സിൻ, സ്വമേധാ പാപം എന്ന് പറഞ്ഞാൽ അവരുടെ പാപത്തെ അവർ മനസ്സിലാക്കുന്നു, എന്നിട്ടും അഹങ്കാരത്തോടുകൂടെ അത് ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് ഭയമില്ലാതെ അത് ചെയ്യുന്നു. അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഡീമൺസ് എൻട്രി ചെയ്യുവാനുള്ള ഒരു മുഖാന്തരമാണ്. 2, ഒക്കൾട്ടിക് എൻഗേജ്മെന്റ്, അശുദ്ധാത്മാക്കളുമായിരിക്കുന്ന ബന്ധം. പ്രധാനമായിട്ട് വിച്ച് ക്രാഫ്റ്റ്, സൈക്കിക്, ഫോർച്യൂൺ ടെല്ലേഴ്സ്, പ്രാക്ടീസ് സൈറ്റനിസം. അശുദ്ധാത്മാക്കളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതായിരിക്കുന്ന മുഖാന്തരങ്ങൾ, വഴികൾ. അത് പലപ്പോഴും അശുദ്ധാത്മാക്കൾ കടന്നു വരുവാനായിട്ട് കാരണമായി തീർന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കാസറ്റ് കേൾക്കുമെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. 3ാമത്തെ പ്രധാനപ്പെട്ട മേഖല അഡിക്ഷൻ. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അഡിക്റ്റഡ് ആയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിനെ നിർവീര്യമാക്കിയാൽ, അതിനെ ഫലവത്തല്ലാതെ, അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വീക്കാക്കി പോകുമ്പോൾ അതിൽ കൂടെ കടക്കുവാനായിട്ട് സാധിക്കും. 4ാമത്തെ ഏരിയയാണ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അതിൽ പ്രധാനമായിട്ട് സെക്ഷൽ അബ്യൂസ്, ഫിയർ, മറ്റുള്ള പല മേഖലകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് രാത്രിയിൽ നമ്മൾ എക്സോസിസത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഇതിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ മാനിഫെസ്റ്റേഷൻ, ഡീമൺസ് മാനിഫെസ്റ്റേഷൻ, ഇന്ന് രാത്രിയുടെ വിഷയം. ഡീമൺസ് മാനിഫെസ്റ്റേഷൻ. ഡീമൺസ്, അശുദ്ധാത്മാക്കൾ വെളിപ്പെടുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ കളങ്കമില്ലാത്തവരുമാകുവേൻ. എന്താണ് പാമ്പിന്റെ ബുദ്ധി? വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് അറിയാത്തതായിരിക്കുന്ന ഒരു ദയനീയമായിരിക്കുന്ന ഒരു കാര്യമാണ് പാമ്പിന്റെ ബുദ്ധി എന്താണെന്ന് അറിയത്തില്ല. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നു പാമ്പ് വളരെ കൗശലമേറിയത്, ദൈവത്തിന് പകരം പഠിപ്പിക്കുന്നുണ്ട്, സത്യമാണ്. എന്നാൽ പാമ്പുകളുടെ ബുദ്ധി പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, 1, പാമ്പ് ഒരു ശത്രുവിനെ കണ്ടാൽ പാമ്പ് ആദ്യം ചെയ്യുന്നത് ഒളിച്ചുകൊള്ളുകയാണ്. ഒരിക്കലും അത് വെളിപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയില്ല. നിങ്ങൾ വഴിയെ നടക്കുമ്പോൾ പാമ്പ് പൊത്തിൽ നിന്ന് വെളിയിലോട്ട് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദേഹത്ത് ചവിട്ടുന്നതിന് മുമ്പായിട്ട് അത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പാമ്പ് തിരിഞ്ഞോടും. എങ്ങോട്ടാണ് ഓടുന്നത്? അത് പൊത്തിലേക്ക് ഒളിക്കും. അപ്പോൾ പാമ്പിന്റെ 1ാമത്തെ ബുദ്ധി എന്ന് പറയുന്നത്, ഈ അപകടം കടന്നു വരുമ്പോൾ, അപകടം മുൻപിൽ കാണുമ്പോൾ അതിനെ എസ്കേപ്പ് ചെയ്യുന്നതാണ് ബുദ്ധി. പലപ്പോഴും ദൈവദാസന്മാരുടെ ജീവിതത്തിലും ദൈവമക്കളുടെ ജീവിതത്തിലും ഇല്ലാത്തതാർക്കത് ബുദ്ധി. അതാ അവര് തന്നെ ഛേദപ്പെടുന്നു. വേദപുസ്തകം പറയുന്നു ഭോഷൻ തനിയെ ഛേദപ്പെടുന്നു. എന്നിട്ട് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം അതല്ല. ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ഒന്നാണ്. അവര് അപകടം മുൻപിൽ കാണുമ്പോൾ
അപകടം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല എങ്കിൽ നേരെ നിൽക്കേണ്ടത് ആവശ്യമാണ്. വെറുതെ ചെന്നിട്ട് നാട്ടിൽ ചെല്ലുണ്ട് പട്ടിയുടെ വാലെ പിടിച്ചേച്ച് പ്രശ്നങ്ങളെ ഉണ്ടാക്കരുത്. കാരണം കടി നമുക്ക് കിട്ടും നിശ്ചയം. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു മന്ത്രവാദമോ അല്ലെങ്കിൽ ഒരു പ്രേതബാധയുള്ള ഒരു ഭവനമാണ്. അതിനകത്ത് എനിക്കറിയാം, നാട്ടിലെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്രായം പറയുവാനിടയായി തോന്നി. ഞങ്ങളുടെ തൊട്ട് മുൻപിലെ ഒരു വലിയ ശവക്കോട്ടയാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ശവക്കോട്ടയിൽ ഒരു രാത്രി മുഴുവൻ കിടക്കാമെന്ന്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫ്രം ഗാഡ്. അത് അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അത് പലപ്പോഴും അവരുടെ ജീവിതത്തെ പ്രശ്നത്തിലേക്ക് നടത്തുവാനായിട്ടിടയായിത്തീരും. കാരണം എന്നാൽ രണ്ടാമത്തെ പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത്, ഒരു ശത്രുവിനെ തൻ്റെ മുൻപിൽ കണ്ടു കഴിഞ്ഞാൽ ഒഴിയുവാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നേരെ ആ ശത്രുവിനെ നശിപ്പിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് പാമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധി അതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു കടന്നു വരികയാണ്. അപ്പോൾ ഈ ഡീമൺസിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ്. ഡീമൺസ് ഏത് സമയത്തും മാനിഫെസ്റ്റ് ചെയ്യത്തില്ല, എല്ലായ്പ്പോഴും വെളിപ്പെടത്തില്ല. ഒരു വ്യക്തിയിൽ ഒരു അശുദ്ധാത്മാവ് പൊസസ് ചെയ്യുമ്പോൾ, ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇന്ന് വായിക്കണം, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പൊസസ് ചെയ്യുമ്പോൾ അശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും വെളിപ്പെടുകയില്ല. എന്നാൽ ചില സമയങ്ങൾ വെളിപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾക്ക് ഉദാഹരണമായി ഞാൻ പറയാം. ഭ്രാന്ത് രോഗമുള്ളവർ ഇന്നത്തെ കാലത്ത് എനിക്കറിയില്ല, പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളവർ നിങ്ങൾക്കറിയാമെങ്കിൽ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരെയൊക്കെ വീട്ടിൽ ഒന്നുകിൽ ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു ജനലിന്റെ കമ്പിയിലും കെട്ടിയിടുമായിരുന്നു. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, 1 2 3 4 ഓക്കെ. ബാക്കിയുള്ളവർ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ട് ഇതൊക്കെ വലിയ ഭാഗ്യമാണ് കാണുക എന്ന് പറയുന്നത്. നോർമലി അവരുടെ കാലിൽ ഒരു ചങ്ങല ഇട്ടിട്ട് ആ കട്ടിലിന്റെ ആ ഒരു കാലയിലോട്ട് പൂട്ടിയിടും. അങ്ങനെയാണ് അത് നോർമലി അവർ കിടത്തുന്നത്. എന്നാൽ ഇവര് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ അവര് ഈ ഭ്രാന്തരായിരിക്കത്തുള്ളൂ. ഒരല്പം കഴിയുമ്പോൾ അവർ സാധാരണപ്പെട്ട നോർമൽ മനുഷ്യരായിട്ട് നടക്കുന്നത് കാണുവാൻ സാധിക്കും. ഭ്രാന്ത് പ്രധാനമായിട്ട് ഡീമൺ പൊസിഷനാണ്. എന്നാൽ എല്ലായ്പ്പോഴും അത് വെളിപ്പെടുകയില്ല. വെളിപ്പെടുന്ന സമയത്താണ് ആ ഡീമൺസിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. 1 2 വാക്യങ്ങൾ വായിപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് ഇത് സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ ഫസ്റ്റ് ഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒരു ഭൂതഗ്രസ്തനെ നമ്മൾ ഇവിടെ കാണുകയാണ്. ആ ഭൂതഗ്രസ്തനെ കുറിച്ച് പറയുന്നത് പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും ഇട്ട് ബന്ധിച്ചിട്ടും. നിങ്ങളെ വേർഡ് ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും 24 hours a day അവനെ ചങ്ങലയിട്ടെന്നല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നേ? പലപ്പോഴും. അപ്പോൾ പല സമയങ്ങൾ, പല സാഹചര്യങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ടോ, എന്നാൽ എല്ലായ്പ്പോഴും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു വാക്യം കൂടെ നിങ്ങൾ വായിച്ചാട്ട്, പ്രധാനമായിട്ട് ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 11. ഒരു കൂനിയായിരിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ ഒരു പൊസസ്ഡ് പേഴ്സൺ ആണ്. ഒരു അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തി, അശുദ്ധാത്മാവ് പൊസസ് ചെയ്തൊരു വ്യക്തി. പക്ഷെ ഈ സ്ത്രീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആലയത്തിലാ, പള്ളിയിലാണ് നിൽക്കുന്നത്. എത്ര കാലമായിട്ട് ഈ സ്ത്രീക്ക് അസുഖമുണ്ട്? 18 കൊല്ലമായിട്ട്. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ചെല്ലുമ്പോഴും ഈ സ്ത്രീ എവിടെ ഉണ്ട്? അതിനകത്തുണ്ട്. എന്നാൽ യേശു അത് മനസ്സിലാക്കി, ഇവളിൽ എന്താ ഉള്ളതെന്നുള്ളത്, ഭൂതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അവിടെയാണ് എന്ത് സംഭവിച്ചത്? അത് മാനിഫെസ്റ്റ് ചെയ്തത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, എല്ലായ്പ്പോഴും ഈ ഡീമൺ പൊസസ്ഡ് പേഴ്സൺ എല്ലായ്പ്പോഴും അവരുടെ ഡീമൺസ് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ 2 സാഹചര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, 2 സന്ദർഭങ്ങളിൽ. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, ഒരു നല്ല ആരാധന വെളിപ്പെടുമ്പോൾ, ശക്തമായിരിക്കുന്ന ആരാധനയുടെ നടുവിൽ at the time of worship, അത് സാധാരണപ്പെട്ട ഒരു ആരാധനയായിരിക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായിട്ട് കടന്നു വരുമ്പോൾ, ആ കടന്നു വരുന്ന സമയത്ത് ഈ അശുദ്ധാത്മാവിന് ദൈവിക സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ പറ്റാത്തത് കൊണ്ട് അത് വെളിപ്പെടുവാനിടയായിത്തീരും. രണ്ടാമത് വെളിപ്പെടുന്ന സമയം എന്ന് പറയുന്നത്, അധികാരമുള്ള വ്യക്തികളുടെ മുൻപിൽ അത് വെളിപ്പെടും. ബിഫോർ ദ പീപ്പിൾ who has
authority over the demons. അശുദ്ധാത്മാക്കളുടെ മേലെ അധികാരമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് ഒരു ടൈപ്പ് ഓഫ് ശുശ്രൂഷയാണ്. ദൈവം ചില പർട്ടിക്കുലർ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അശുദ്ധാത്മാക്കളുടെ മേലെ അധികാരമുള്ള ഏത് വ്യക്തിയെ നിങ്ങൾ പഠിച്ചാലും അതിനകത്തൊരു 90% നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ തന്നെ അശുദ്ധാത്മാവിൽ നിന്ന് വെളിയിൽ കടന്നു വന്നവരാ. വൺസ് അപ്പോൺ എ ടൈം അവർ അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തുമ്പോൾ ഏത് അവസ്ഥയിൽ നിന്നാണ് ആ വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുന്നത്, അവന്റെ പഴയ സാഹചര്യത്തിന്മേല് ആ വ്യക്തിക്ക് അധികാരമുണ്ട്. ദൈവിക ശുശ്രൂഷ നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ പോയിന്റില്ല, പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ മീൻ ചെയ്തത് ഒരു ഡീമൺ പൊസസ്ഡ് പേഴ്സൺ, അവൻ ഒരു ദൈവബദലായിരുന്നില്ല. എന്നാൽ വൺസ് ആ പർട്ടിക്കുലർ സ്ഥാനത്ത് നിന്ന് അവൻ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കപ്പെടുമ്പോൾ, ദൈവത്തെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യം നടക്കുന്നത് ഈ ഡീമൺ പൊസഷനിൽ നിന്ന് ഇവനെ സ്വതന്ത്രരാക്കുക. ആഫ്റ്റർ ഓൾ ഇവന് ഏതുമേലാണ് വിജയം കിട്ടിയെന്നറിയാമോ? അതുവരെ ഇവനെ ബന്ധിച്ചു വെച്ചിരുന്ന ഡീമൺ അശുദ്ധാത്മാവിന്മേൽ ഈ വ്യക്തിക്ക് അധികാരം കിട്ടി. അതുകൊണ്ടാണ് വെളിയിൽ പോയത്. അതോടുകൂടെ ദൈവപദായി. അതുകൊണ്ട് ഈ അധികാരം ആർക്ക് വിനിയോഗിക്കാൻ പറ്റുമെന്നറിയാമോ? ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഏത് ശുശ്രൂഷകളെ നിങ്ങൾ നോക്കിയാലും പ്രധാനമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നുവോ ആ ടൈപ്പ് ഓഫ് ശുശ്രൂഷ അവർക്കൂടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ബെഡ് റിഡൻ ആയിരിക്കുന്ന ഒരു പേഴ്സൺ ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഒരു ഹീലിംഗ് ശുശ്രൂഷ അവർക്കൂടെ അല്ലാത്തവർ ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്. ഒരു 75% എബവ് കാണുന്ന ശുശ്രൂഷകളിൽ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡീമൺസ് മാനിഫെസ്റ്റ് ചെയ്തില്ല. ആരും ചെയ്തില്ല. ഈ സ്ത്രീ അവിടെ ഇരുന്നെങ്കിലും അവളിലുള്ള അശുദ്ധാത്മാവ് വെളിപ്പെടുവാൻ ഇടയായിട്ടിരുന്നില്ല. എന്നാൽ അതിന്മേൽ അധികാരമുള്ള യേശു നിന്നപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ വാക്കിന്റെ മുൻപിൽ ഈ അശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അധികാരമുള്ള ഒരു വ്യക്തി ആ അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാക്കൾ പുറത്ത് കടന്നു വരട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അവർക്ക് അതിന്മേൽ അധികാരമുണ്ടെങ്കിൽ ആ ഇരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുവാനായിട്ടിടയായി. നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, അത് വെളിപ്പെടുവാനായിട്ടിടയായി തരും. അപ്പോൾ എല്ലാ സമയത്തിലും എല്ലാ സന്ദർഭങ്ങളിലും അശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏത് സന്ദർഭത്തിലും അശുദ്ധാത്മാവിന്റെ പവർ ആയിരിക്കും ആ വ്യക്തിയിൽ കൂടെ വെളിപ്പെടുവാനായിട്ടിടയായി തീരുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മുൻപോട്ട് കടന്നു വരിക. എന്നാൽ ഈ ഭൂതങ്ങളെ പുറത്താക്കുക അത് ഒരു ശുശ്രൂഷയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തന്റെ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരധികാരമാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കും എന്നുള്ളത്. വായിച്ചോട്ടെ, മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 15 and 16. മാർക്കോസ് 16-ാം അധ്യായം 15-16 വാക്യം. ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളായിരിക്കണം. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ. ദ ഫസ്റ്റ് തിങ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ നാമത്തിൽ അവർ എന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കും. ഇറ്റ്സ് വെരി എസെൻഷ്യൽ. വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒന്നാണ്. സുവിശേഷീകരണത്തിന് വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറയുന്നത്. കാരണം ഇതാണ് ഒരു സുവിശേഷന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ശത്രു. താൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ശത്രുത. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ അവിടെ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. അത് ഇതാരെ കുറിച്ച് പറയുന്നു? അപ്പോസ്തലൻ. കർത്താവായ യേശു തന്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു ഈ പറയപ്പെടുന്ന വേറെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ
നടക്കും. അപ്പോൾ വിശ്വാസികളെ കൊണ്ട് നടക്കുന്ന അടയാളങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകനെ അതിനകത്ത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു പക്വതയോ പരിചയമോ അതിനാവശ്യമില്ല. ഒരു വിശ്വാസിയെ കൊണ്ട് ഈ ശുശ്രൂഷ നടക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് വിശ്വാസിയെ കൊണ്ട് നടക്കും എന്നുള്ളതിന് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വെള്ളിയാഴ്ച ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഒരു വിശ്വാസിയെ ദൈവം നിർത്തിയിരിക്കുന്ന പൊസിഷൻ ഏതിന്മേല, ഇതിന്മേലൊക്കെ ദൈവം ഒരു വിശ്വാസിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഭൂതങ്ങളുടെ മേലെ ഒരു ദൈവ പൈതലിന് അധികാരമുണ്ട്. നിങ്ങൾ ഇതുമായി കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. അപ്പോൾ ഭൂതങ്ങളുടെ മേലോ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. അതൊരു ശുശ്രൂഷയുള്ള ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അത് പബ്ലിക്കലി അതിനു വേണ്ടി ഉപയോഗപ്പെടുമ്പോൾ ഉപയോഗിക്കാം. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം സകല വിശ്വാസികൾക്കും ഭൂതങ്ങളുടെ മേല് അധികാരം കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവത്തിന്റെ വചനം അത് കൽപ്പിച്ചുവെങ്കിൽ അക്ഷരീയമായിട്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരെ കൊണ്ട് ഈ അടയാളങ്ങൾ നടക്കും. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ഏത് ശുശ്രൂഷ നമ്മൾ ചെയ്താലും ആ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അതിനു മുൻപ് ആ ശുശ്രൂഷ നടന്നിട്ടുള്ള രംഗങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം ആത്മീയ ജീവിതത്തിന്റെ പക്വത എന്ന് പറയുന്നതും പരിചയം എന്ന് പറയുന്നതും വർഷങ്ങൾ കടന്നുപോയിട്ട് കിട്ടുന്നതെന്ന് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ദൈവത്തിന്റെ വചനമാണ് എന്നെ പക്വതയുള്ളവനാക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് എന്നെ ആ മച്ചുരിറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയെല്ലാം അശുദ്ധാത്മാക്കളെ പുറത്താക്കി നമ്മൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമുക്കും പ്രവർത്തിക്കുവാൻ സാധിക്കും. തെറ്റുപറ്റുവാനായിട്ട് ഇടയാകുകയില്ല. വളരെ സൂക്ഷിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ഈ എക്സോസിസം. കാരണം ഇതിനകത്ത് ഒത്തിരി കളിപ്പീര് പറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം പല കാര്യങ്ങൾ ഈ പ്രത്യേകമായ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ തുടങ്ങുവാൻ പോകുന്നത്, എത്രത്തോളം നിർത്തുവാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ തുടങ്ങുവാൻ പോകുന്നത്, എങ്ങനെ കർത്താവായ യേശു ഭൂതങ്ങളെ പുറത്താക്കി, ഹൗ ജീസസ് ക്രൈസ്റ്റ് കാസ്റ്റ് ഔട്ട് ഡീമൺസ് എന്നുള്ളത് നമ്മൾ വിവിധ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. ഞാൻ യേശു ഇത് പുറത്താക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് യേശു ക്രിസ്തുവിനെ ഇത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല. എന്റെ പ്രധാനപ്പെട്ട വിഷയം, ഒരു വിശ്വാസി അത് മനസ്സിലാക്കിയാൽ ആ വിശ്വാസിക്കും അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. കർത്താവായ യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് എങ്ങനെയായിരുന്നു? ദൈവാത്മാവിനാൽ. ഞാൻ അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത എന്തൊക്കെയെന്ന്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാര്യം കർത്താവിന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവാത്മാവിനാൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് യേശു എന്ത് ചെയ്തത്? ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താണ് അനോയിന്റിങ്? അനോയിന്റിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർ, ഇറ്റ്സ് അധികാരം. എന്താ നിങ്ങൾക്കറിയാം? വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമായി യേശുവിനോട് വാങ്ങിപ്പോകാതെ കാത്തുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശക്തരും. യു വിൽ ഹാവ് അതോറിറ്റി. നിങ്ങൾക്കൊരു പവർ ഉണ്ടാകും. ആ പവറിനകത്ത് എന്തുണ്ട്? സാക്ഷികളാകുവാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മൂടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നിൽ എന്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമോ? അധികാരം എന്നിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ അതുകൊണ്ടല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ വിഷയം പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. കർത്താവായ യേശു പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും പിന്നീട് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവത്രേ ഞാൻ വന്നിരിക്കുന്നു. നമ്മൾ ഒരു വർഷം നമ്മുടെ ഫാസ്റ്റിംഗിൽ നമ്മൾ ചിന്തിച്ച ഒരു വിഷയമാണ് അബൻഡന്റ് ലൈഫ്. വാട്ട് ഈസ് അബൻഡന്റ് ലൈഫ്? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയമാണ്. അപ്പോൾ എന്താ ഇവിടെ വിഷയം? അബൻഡന്റ് ലൈഫ്, സമൃദ്ധമായിരിക്കും
അൺലിമിറ്റഡ് ജീവൻ. എന്നിൽ സമർത്ഥമായ ജീവനുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയുടെ മേല് ജീവൻ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. എന്നിൽ കൂടെ ഒഴുകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് കവിഞ്ഞ് കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്, എന്നെ സഹായിക്കുന്നത്. എനിക്കില്ല എങ്കിൽ പലപ്പോഴും എനിക്കുള്ളത് ഞാൻ എനിക്കായിട്ട് വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നിൽ ഒഴുകുന്നുവെങ്കിൽ, ആ ദൈവശക്തി എന്നിൽ കൂടെ പകരപ്പെടുന്നുവെങ്കിൽ, ആ ദൈവശക്തിയാണ് മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ കരങ്ങൾ വെക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്യുവാനും അശുദ്ധാത്മാക്കൾ വിട്ടുപോകുവാനും കാരണമായിരിക്കുന്നത്. എന്താ കാരണം? ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പ്രവർത്തനത്തെ ശക്തമായി നടത്തുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങൾ പുറത്താക്കുവാൻ സാധിക്കും. കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 29, മർക്കോസ് 12:29. എങ്ങനെ പുറത്താക്കുവാൻ സാധിക്കും? മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 29. വേദപുസ്തകം പറയുന്നത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നോ അവന്റെ കോപ്പ് കടന്നു കളവാൻ ആക്കാൻ കഴിയയില്ല. അപ്പോൾ പിടിച്ചു കെട്ടുന്ന ഒരു കാര്യം, പിടിച്ചു കെട്ടുക. അപ്പോൾ പിടിച്ചു കെട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തകം ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഒരധികാരം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. അപ്പോൾ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്, ദൈവ മക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവിടെ കെട്ടുന്നത്? ബലവാനെ പിടിച്ചു കെട്ടുക. ആ ബലവാൻ, ഇപ്പോൾ ഒരു ശക്തനായിരിക്കുന്ന ഒരു ബലവാനെ പിടിച്ച് കെട്ടിയാൽ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ വസ്തുവക മുഴുവനായിട്ട് മോഷ്ടിച്ചുകൊണ്ട് വരാം. അവൻ ആരോഗ്യത്തോടുകൂടെ 2 കൈയും സ്വാതന്ത്ര്യമുള്ളവനായിട്ട് ഇരിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തി പോലും ആ വീട്ടില് കയറത്തില്ല. അവനെ ഒന്ന് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആ വീട്ടിൽ കയറാം. നിങ്ങളത് മനസ്സിലാക്കണം. കർത്താവായ ഈ യേശു വചനം പറയുമ്പോൾ യേശു ചെയ്ത ഒരു ക്രിയയുണ്ട്. ആരാ ഈ ബലവാൻ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദുഷ്ടനായിരിക്കുന്ന പിശാച്. അപ്പോൾ പിശാചിനെ പിടിച്ച് കെട്ടിയെങ്കിൽ മാത്രമേ പൈശാചിന്റെ കരങ്ങളിൽ നിന്ന് ആത്മാക്കളെ വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി ഡീമൺ പൊസസ്ഡ് ആകുന്നുവെങ്കിൽ ആ ഡീമൺ പൊസസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് പിശാചിന്റെ വകയായതുകൊണ്ട് പിശാചിന്റെ കയ്യിൽ നിന്ന് ആ വ്യക്തിയെ വിടുവിക്കണമെങ്കിൽ എന്തു വേണം? ഈ അശുദ്ധാത്മാവിനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന ഒരു പേർപ്പസ് ഒന്ന് മനസ്സിലാക്കണം. വായിച്ചോട്ടെ, 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 John chapter 3 verse 8. 1 യോഹന്നാൻ 3:8. 1 John chapter 3 verse 8. എല്ലാവരും ചേർന്ന വാക്യം ഒന്ന് വായിച്ചോട്ടെ. വളരെ നല്ല വാക്യം. എല്ലാവരും ചേർന്നോണ്ട് 1 John chapter 3 verse 8. എല്ലാവരും ചേർന്നോണ്ട്, എല്ലാവരും എടുത്താട്ടെ വാക്യം. എല്ലാവരും ചേർന്നോട്ടൊന്ന് വായിച്ചാട്ട്. യെസ്. പാപം ചെയ്യുന്നവൻ ഒരിക്കൽ കൂടെ ലാസ്റ്റ് പോർഷൻ വായിച്ചാട്ട്. പിശാചിന്റെ പ്രൈസ് ഗോഡ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ഒരു എംഫസിസ് കൊടുത്തിട്ട് പറയുകയാണ്. അവൻ പ്രത്യക്ഷനായി. ആര് പ്രത്യക്ഷനായി? കർത്താവായ യേശു. എന്തിനാ യേശു പ്രത്യക്ഷനായി? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അപ്പോൾ യേശു എന്ത് ചെയ്തു? പിശാചിന്റെ പ്രവൃത്തി യേശു അഴിച്ചു. യേശു ആ പ്രവൃത്തിയെ അഴിച്ചു. വായിച്ചോട്ട് എബ്രായലേഖനം 2-ാം അധ്യായം 14, 15, 16. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 14 to 16. എബ്രായർ 2 14 മുതൽ 16 വരെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. കർത്താവായ യേശു എന്ത് ചെയ്തു എന്ന് പറയുന്നു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മാറ്റി, പിശാചിനെ നിർവീര്യനാക്കി,
പിശാചിന്റെ ആയുധത്തെ അവൻ പിശാചിനെ അവൻ ബന്ധിച്ചു, പിശാചിനെ അവൻ കെട്ടി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും യേശു ചെയ്ത ഒരു പ്രവർത്തനമാണ്. ഈ ബലവാനെ യേശു എന്ത് ചെയ്തു? ബന്ധിക്കുവാനായിട്ടിടയായി തീർന്നു. വാസ്തവത്തിൽ ഇന്ന് ബലവാൻ എങ്ങനെ കിടക്കുക? ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇന്ന് അവന്റെ കയ്യിൽ ആയുധമില്ല, ഇന്ന് അവന്റെ കരങ്ങളിൽ ഒന്നുമില്ല. ഓൾറെഡി കർത്താവായ യേശു ആ ബലവാനെ ബന്ധിച്ചു വെച്ചിരിക്കുക. ആ ബലവാനെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടന്നുപോയി അവന്റെ വീട്ടിൽ നിന്ന് സകലതും തിരിച്ചെടുത്തുകൊണ്ട് വരുവാൻ സാധിക്കും. എന്ത് വേണം? എന്റെ യേശു എനിക്ക് വേണ്ടി അത് ചെയ്തുവെന്ന് മനസ്സിലാക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു കാൽവക്രൂശിൽ കിടക്കുമ്പോൾ യേശു ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി. എന്ത് നിവൃത്തിയായെന്നാ യേശു പറഞ്ഞത്? യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് ചെയ്യണമോ, അഥവാ പിശാചിന്റെ അധീനകാലത്തിൽ കീഴ്ക്കിടന്ന ജനത്തെ എങ്ങനെ വീണ്ടെടുക്കുവാൻ സാധിക്കണമോ, എങ്ങനെ വീണ്ടെടുക്കണമോ അതിന്റെ സകലതും നിവർത്തിച്ചുവെന്ന, ആ ജോലി മുഴുവനായിട്ട് നിവർത്തിച്ചുവെന്ന എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൈക്കീഴിൽ ഇനി ഒരൊറ്റ വ്യക്തിയും കിടക്കേണ്ട ഒരു ആവശ്യവും ഇനിയില്ല. കാരണം യേശു എന്ത് ചെയ്തിരിക്കുന്നു? ആ പണി തീർത്തു. യേശു ആ പണിയെ പൂർത്തീകരിച്ചു. ഇറ്റ്സ് ഫിനിഷ്ഡ്. ഇനിയും അതിനുവേണ്ടി ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നീട് എന്ത് ചെയ്താൽ മതി? ഒന്ന് ഏറ്റെടുത്താൽ മാത്രം മതി. ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, എനിക്കത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ യേശു കാൽവക്രൂശിൽ ഈ പിശാചിന്റെ തലയെ തകർത്തുവെന്നും ബലവാനെ പിടിച്ചു കെട്ടിയെന്നും ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസമാണ് ആ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തില് അത്ഭുതം കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ വീര്യപ്രവൃത്തി കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട ഏത് അനുഗ്രഹങ്ങളും എനിക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ട് പോയ സകലവും എനിക്ക് മടക്കിയെടുക്കുവാൻ സാധിക്കും. അത് രോഗമായിരിക്കാം, അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെല്ലാം കാര്യമായിരിക്കാം. അത് എന്തുമായിക്കൊള്ളട്ടെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ എൻ്റെ യേശു അത് നിവർത്തിച്ചതുകൊണ്ട് ദുഷ്ട പിശാചേ, എന്റെ മേല് നിനക്ക് അവകാശമില്ല. ഇതിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു. ഗ്ലോറിയസ് മൈ ഫാദർ, വി താങ്ക് യു. ദൈവം അത് ചെയ്തിരിക്കുന്നുവെന്ന് പരിപൂർണമായിട്ട് ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് ദൈവിക വിടുതൽ കൽപ്പിക്കുന്നത്. അവിടെയാണ് ദൈവം ആമേൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ എത്ര ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്താൽ മഹത്വം പെരുമാറ് ആമേനെന്ന് എനിക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ, ആ വാക്കിന് ആമേനെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, എന്റെ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കും. ഒരു പൊതു ശുശ്രൂഷയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ബലവാനെ ബന്ധിച്ചു നിർത്തിയിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ബലവാനെ ബന്ധിച്ചിരിക്കുക. ഇന്ന് അവന്റെ കരങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുക. ഒരു ദൈവത്തിന്റെ ജീവിതത്തില് അവന്റെ കരങ്ങൾ നീട്ടപ്പെട്ടതല്ല. അവനോട് എതിർത്ത് നിൽക്കണം. കീഴ്പ്പെട്ട് കൊടുക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. തളർന്നു പോകുവാൻ ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പകരം അവൻ ഉറച്ചു നിൽപ്പാൻ, അവൻ എതിർത്ത് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആര് എതിർത്ത് നിൽക്കുന്നുണ്ട്? നിങ്ങളുടെ ദുർദിവസത്തിൽ ആർക്ക് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും? എങ്ങനെ എതിർക്കുന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ വാഗ്ദത്തം എൻ്റെ നാവിൽ കൂടെ പ്രോക്ലെയിം ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ വായിൽ കൂടെ പറഞ്ഞുകൊണ്ട്, പ്രതികൂലത്തിന്റെ അവസ്ഥകളായിരിക്കാം എൻ്റെ മുൻപുള്ളത്, എന്നാൽ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നത് പ്രതികൂലത്തിന്റെ വാക്കുകളല്ല, സാഹചര്യത്തിന്റെ വാക്കുകളല്ല. അതിന് പകരമായിട്ട് എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നത് വിശ്വാസത്തിന്റെ വാക്കുകൾ, വിശ്വാസത്തിലായ വചനങ്ങൾ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നുവെങ്കിൽ എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പുണ്ട്. സകലത്തിൻ്റെയും ഒരു സമാപന ദിവസമുണ്ട്. എല്ലാത്തിനും ഒരു അന്തമുണ്ട്. എന്തിൻ്റെ അന്തമാണെന്നറിയാമോ? ഈ ദുർദിവസത്തിന്റെ ഒരു അന്തം. എന്താ അന്തത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഒന്ന് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമാണ് ഈ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രതികൂലം മുൻപിൽ കടന്നു വരുമ്പോൾ ആ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ഭയപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പകരം വിശ്വാസത്തിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞാട്ടോ. പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഒരു ദൈവത്തിൽ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, അവ
നമുക്ക് ലഭിക്കാവുന്നിടത്തോളം സമയം ദൈവത്തോടുകൂടെ ചെലവഴിക്കുക, ദൈവസന്നിധിയിലായിരിക്കുക. വെളിയിലേക്ക് കടന്നു പോയാൽ എന്ത് വരുമെന്നറിയാമോ? ലോകത്തിന് ചിന്ത കടന്നു വന്നോ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ദൈവസന്നിധിയിലേക്ക് വേർപെട്ടിരുന്നോ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്താൽ ബലപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ എന്ത് വരുമെന്നറിയാമോ? എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ വിശ്വാസത്തിന്റെ വാക്കുകളാ. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ അനുഗ്രഹത്തിന്റെ വാക്കുകളാ. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ നന്മയുടെ വാക്കുകളാ. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ ശൂന്യതയുടെ വാക്കുകളല്ല. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ പ്രലോഭനത്തിന്റെ വാക്കുകളല്ല. എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നതോ പ്രബുദ്ധത്തിന്റെ വാക്കുകളല്ല. പകരം ഉറച്ചു നിൽക്കുവാൻ അഥവാ അവരെ എതിർക്കുവാനുള്ള അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആരെതിർക്കുന്നുണ്ട്, ആരെതിർത്ത് നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് നാളെ ഒരു വിജയമുണ്ട്. ആരെതിർത്ത് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ അവർക്ക് നാളെ ഒരു വിജയമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. ആ വിജയം എന്ന് പറയുന്നത് ഒരു ഭൗതിക വിജയം മാത്രമല്ല, ഒരാത്മീയ വിജയം കൂടെയാണ്. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ഒരു പടിയുടെ ദൈവം നമ്മെ ഉയർത്തുന്ന നിമിഷങ്ങളാണ്. എന്താണെന്നറിയാമോ? എൻ്റെ പ്രശ്നത്തിൽ നിന്നോ ഈ പ്രശ്നം ഞാൻ വിടുതൽ ഏറ്റെടുക്കുമ്പോൾ അതേ പ്രശ്നത്തിലുള്ളവരെ വിടുവിക്കുവാനുള്ള ശക്തി, അധികാരം ദൈവം എൻ്റെ മേൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ മറന്നു കളയരുത്. ഒരു ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം. എന്തിനു ധരിക്കണം? ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ, ദുഷ്ടനെ ഓടിക്കുവാൻ, ദുഷ്ടന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അവന്റെ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഒന്ന് ഓടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സർവായുധ വർഗം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്തിനോ ഞാൻ പറയുണ്ടായി, ദുർദിവസത്തിൽ എതിർക്കുവാൻ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു എതിർപ്പിന്റെ ഒരു മെന്റാലിറ്റി ആരോടാണെന്നറിയാമോ? ദൈവത്തോടല്ല, പിന്നെയോ ദൈവസഭയോടുമല്ല, പിന്നെയോ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു മെൻറ്റാലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു മെൻറ്റാലിറ്റി, ആ മെൻറ്റാലിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മൾ പ്രത്യേകമായിട്ടോ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങൾ. വാട്ട് ആർ ദി തിങ്സ് വി ഹാവ് ടു റിമെമ്പർ വൈൽ കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്? എന്തെല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ്. അതിൽ ദ ഫസ്റ്റ് പോയിന്റ്, when a person comes to be delivered, note that when a person comes to be delivered from demons, they must renounce the demonic presence in their lives and openly confess their desire to be set free. ഒരിക്കൽ കൂടി ഞാൻ പറയാം. When a person comes to be delivered from demons, they must renounce the demonic presence in their lives and openly confess their desire to be set free. ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണോ തുടർന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിലൊന്നാമത് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഡിമോണിക് പൊസഷനാൽ ആയിരിക്കുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇത് നമുക്ക് മനസ്സിലായി നടക്കുന്ന ഒരു ശുശ്രൂഷൻ മാത്രമേ നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരാൾ ഡീമോണിക് പൊസഷൻ വെളിപ്പെട്ടു, ആ സമയത്ത് ദൈവം നമുക്ക് തന്ന അധികാരം നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. എന്നാൽ certain things നമുക്കറിയാം, ഒരു വ്യക്തി ഡീമോണിക് പൊസഷനാൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഡെലിവറൻസ് കൊടുക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഏത് വഴിയിൽ കൂടിയാണോ ഡീമോണിക് പ്രസൻസ് കടന്നു വന്നത് അതിനെ അവർ കൺഫസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ട് ആവശ്യമാണെന്നറിയാമോ? കാരണം പല സന്ദർഭങ്ങളിൽ ഈ ഡീമോണിക് പൊസഷൻ നടന്ന വ്യക്തിയുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ദൈവവും പിശാചുമായിട്ട് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ പ്രത്യേകത, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പോൾ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആ വ്യക്തി തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ വാതിൽ തുറന്നു കൊടുക്കണം. യേശു നിർബന്ധിച്ച്
അകത്തോട്ട് വരത്തില്ല. എന്നാൽ പിശാച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പിശാചിന് ആരുടെയും അനുവാദത്തോടു കൂടി അല്ല അകത്തോട്ട് വരുന്നത്, പിന്നെയോ നിർബന്ധത്താൽ കടന്നു വരികയാണ്. ഇതാണ് രണ്ട് പ്രത്യേകത. അപ്പോൾ ഈ ഈവിൾ സ്പിരിറ്റിനാൽ പൊസസ് ചെയ്യപ്പെട്ടൊരു വ്യക്തി, അവർ ഈവിൾ സ്പിരിറ്റ് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള പല വഴികൾ, ഒന്നുകിൽ ഒക്കൾട്ടിക് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഏതാണ് ആ വഴി? ആ വഴിയെ അവർ കൺഫസ് ചെയ്യുന്നില്ല എങ്കിൽ ആ വഴി വീണ്ടും തുറന്നു കിടക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? ഒരിക്കൽ വിടുവിക്കപ്പെട്ടവർ വീണ്ടും കടന്നുപോയി, അടുത്ത ആഴ്ച കടന്നുവരും, വീണ്ടും ഇതേ രീതിയിൽ ആയിത്തീരുന്നു. എന്താ അതിൻ്റെ വിഷയം എന്നാണെന്നറിയാമോ? ഈ പ്രത്യയമായിരിക്കുന്ന വ്യക്തികളിൽ ഇപ്പോഴും ഈവിൾ സ്പിരിറ്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ആവശ്യമാണ്, ഏത് വഴിയിൽ കൂടെയാണോ ഈവിൾ സ്പിരിറ്റ് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത് ആ വഴിയെ അവർ കൺഫസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇവർ തന്നെ, അതിനകത്ത് ഒന്നാമത്തെ പോയിന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇവർ തന്നെ അവരുടെ ആഗ്രഹം വെളിപ്പെടുത്തേണ്ടതും വളരെ ആവശ്യമാണ്. എനിക്ക് ഇതിൽ നിന്ന് വിടുവിക്കപ്പെടണം, എനിക്ക് ഇതിൽ നിന്ന് വിടുവിക്കപ്പെടണം. ഒരു വ്യക്തിയെ ഞങ്ങൾക്കറിയാം. ആ വ്യക്തി, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുള്ളി ഈവിൾ സ്പിരിറ്റിനാൽ ബൈൻഡഡാണ്. പല ദൈവദാസന്മാർ കടന്നു ചെന്നു, പലരെ ശുശ്രൂഷ ചെയ്തു, എന്നാൽ ഒരു വിടുതലും ആ വ്യക്തിക്ക് കാണുവാൻ സാധിച്ചില്ല. പ്രധാനമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ദൈവദാസന്മായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർക്ക് സെൽഫായിട്ട് വിടുവിക്കപ്പെടുവാനൊരു മനസ്സ് അവക്കില്ല, അവർക്ക് വിടുവിക്കപ്പെടുന്നൊരാഗ്രഹമില്ല. ദേ ആർ അണ്ടർ ദ ഹാൻഡ്സ് ഓഫ് ദ ഈവിൾ വൺ. അവർ ദുഷ്ടൻ്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ട് അവർക്കതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് വിടുവിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം അവർ തന്നെയാണ് ആ വഴി അവിടെ തുറന്നിട്ടേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ തന്നെ, ഈ ആരെങ്കിലും അശുദ്ധാത്മാവിനാൽ വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ തങ്ങളുടെ ആഗ്രഹം വെളിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവർ പറയേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, they must repent of any sin. They must repent of any sin that caused them to be demon possessed. To be demon possessed. They must repent of any sin that caused them to be demon possessed. ഇവർ രണ്ടാമത് ചെയ്യേണ്ട വിഷയമാണ് അവരുടെ പാപം. ഈ അശുദ്ധാത്മാവ് കടന്നു വരുവാനുള്ള വഴി എന്താണ്? പാപം എന്നുള്ളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ മാനസാന്തരം, മനസ്സ് അനുതപിക്കുക. അനുതാപത്തോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സ് മാറ്റുക, ഒരു രൂപാന്തരം. അപ്പോൾ എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? അവർക്ക് തന്നെ പരിപൂർണമായി ബോധ്യം വേണം, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്നുള്ളത്. ആ തെറ്റിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് വിടുവിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ നേരത്തെ ചിന്തിച്ച പോയിന്റ്, ഗോഡ് സെർവൻറ്റ് മസ്റ്റ് അഡ്രസ്, ഗോഡ് സെർവൻറ്റ് മസ്റ്റ് അഡ്രസ് the controlling demon in the person bind him in the name of Jesus Christ and command him to go. God's servant must address the controlling demon in the person, bind him in the name of Jesus Christ and command him to go. ഇവിടെയാണ് ഇവർ തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് തങ്ങളുടെ വഴികളെ വിട്ടുമാകുമ്പോൾ ഒരു ദൈവദാസന് തൻ്റെ അധികാരം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. എന്തുവാ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് അവരിൽ വസിക്കുന്ന ഭൂതത്തോട്, അവരോടല്ല, അവരിൽ വസിക്കുന്ന ഭൂതത്തോട് കൽപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നെവർ ബെഗ് ടു ഡീമൺസ്. ഒരിക്കൽ പോലും ഭൂത ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും യാചിക്കുവാനിടയാകരുത്, അൺവാണ്ടഡ് കോൺവെർസേഷൻ അനുവദിക്കരുത്. പകരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞ ടു കമാൻഡ്. അതുകൊണ്ട് കൽപ്പിക്കുക മാത്രമേ നമ്മൾ ചെയ്യാവൂ.
അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൽപ്പനയാണ്. എന്താ ഇവിടെ പറഞ്ഞത്? നമുക്ക് ഒരു ദൈവദാസന് ദൈവം തന്നിരിക്കുന്ന അധികാരം. നമുക്ക് ഈ വാക്യം കോട്ട് ചെയ്യുവാൻ സാധിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവ ഭൂതങ്ങളെ പുറത്താക്കും. ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സമയത്തും നമ്മൾ ചെയ്യേണ്ടത് വ്യക്തിപരമായിരിക്കുന്ന നാമത്തിലല്ല, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ നാമവും ഞാനുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, അതിനനുസരിച്ചുള്ള ദൈവശക്തിയായിരിക്കും നമ്മൾ കൂടെ വെളിപ്പെടുന്നത്, അതിനനുസരിച്ചുള്ള അധികാരമായിരിക്കും നമ്മൾ കൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുവാൻ സാധിക്കും, അശുദ്ധാത്മാവിനോട്, അവരിൽ വസിക്കുന്ന അശുദ്ധാത്മാവിനോട് നമുക്ക് കൽപ്പിക്കുവാൻ സാധിക്കും, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് ബന്ധിച്ചാലും സ്വർഗത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും, എന്ത് അഴിച്ചാലും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. വി ക്യാൻ യൂസ് ദാറ്റ് അതോറിറ്റി. ഈ അതോറിറ്റി നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഭൂതത്തോട് നമുക്ക് പറയുവാൻ സാധിക്കും, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും, ഞാൻ നിന്നെ ഇവരുടെ ജീവിതത്തോടെ അടുക്കാതെ വണ്ണം ബന്ധിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പിശാചിനെ പുറത്താക്കി ബന്ധിക്കാനുള്ള അധികാരം ദൈവമാർക്കും കൊടുത്തിട്ടില്ല. പിശാചിനെ ബന്ധിക്കുവാൻ സാധിക്കും. ഏത് കാര്യത്തിൽ ബന്ധിക്കുവാൻ സാധിക്കും? അവൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ബന്ധിക്കുവാൻ സാധിക്കും. ദൈവം ഈ നാളുകൾ പിശാചിനെ ഈ ലോകത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഈ ലോകത്തിൻ്റെ അധിപതി പിശാച. ഈ കർത്താവായ യേശു ക്രിസ്തുവും ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. യേശു ഏതെല്ലാം ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ആ ഭൂതങ്ങളോട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇവൻ്റെ ജീവിതത്തിലേക്ക് നീ മേലാൽ കടക്കരുത്. അതുകൊണ്ട് ഭൂതത്തിന് കൈയും കാലും ബന്ധിക്കപ്പെട്ടുവെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ആ വ്യക്തികളുടെ മേലോ ഈ ഭൂതങ്ങൾക്ക് യാതൊരു അവകാശമില്ല. നമുക്കതാണ് ബന്ധിക്കുവാൻ ദൈവം തന്ന അധികാരം. അതാണ് നമുക്ക് ബന്ധിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ബന്ധിക്കുന്നു. ഏത് കാര്യത്തിൽ? ഇവൻ്റെ ജീവിതത്തിലേക്ക് മേലാൽ കടക്കാതെ വണ്ണം, ഇവൻ്റെ ജീവിതത്തോട് മേലാൽ അടുക്കാതെ വണ്ണം. ഒരു ദൈവ പൈതലിൻ്റെ ദൈവത്തിൻ്റെ അധികാരം തന്നിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാക്കിനെ അശുദ്ധാത്മാവ് മാനിക്കും, അനുസരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തുടർന്ന് സംസാരിക്കും. ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തുടർന്ന് ചെയ്യുന്നതായിരിക്കുന്ന കാര്യം അശുദ്ധാത്മാവിനോട് നേരിട്ട് സംസാരിച്ച് യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ അശുദ്ധാത്മാക്കൾ പുറത്തു പോയെങ്കിൽ അതിന് വ്യക്തമായിരിക്കുന്ന ചില തെളിവുകൾ ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു പുറത്താക്കിയപ്പോൾ ഒന്നിൽ കൂടുതൽ ചില ഭൂതങ്ങൾ ഒന്നൊക്കെ ഉള്ളെങ്കിൽ ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ലെന്നിരിക്കാം. എന്നാൽ അതിൽ കൂടുതലാകുമ്പോൾ പലപ്പോഴും അത് മാനിഫെസ്റ്റ് ചെയ്യും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട് താഴോട്ട് കടന്നു വരുമ്പോൾ വെളിപ്പെട്ടതായിരിക്കുന്ന ആ പൈതൽ, ആ ഭൂതം എന്ത് ചെയ്തു? അവനെ വളരെ ഇഴച്ചു വലിച്ചുകൊണ്ടുപോയി. ചിലപ്പോൾ ഒരു പക്ഷങ്ങൾ ഭൂതങ്ങൾ ഉരുണ്ടെന്നിരിക്കും, ചിലപ്പോൾ പലതും പറഞ്ഞെന്നിരിക്കും, കൈയും കാലും എടുത്തെന്നിരിക്കും. അങ്ങനെ പല രീതികളിൽ അത് വിട്ടുപോകുന്നതിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഭൂതങ്ങൾ വാവിട്ട് നിലവിളിക്കൊരു അല്പം വെള്ളം തരണമേ എന്ന്. ആ പ്രത്യേകിച്ച് ഇത് തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നതാണ്. ഉടനെ കൊണ്ട് വെള്ളം കൊടുക്കരുത്, അത് വെള്ളം കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം എന്നാണെന്നറിയാമോ? ഇവിടെ ഭൂതങ്ങളെ എന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ടതായിരിക്കും വിഷയം. ഇത് ഒരിക്കൽ പോലും ഇത് വിട്ടുപോയെങ്കിൽ അതിന് വിട്ടുപോയി എന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു തെളിവ് ഉണ്ടായിരിക്കും. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വിട്ട് മാറ്റപ്പെട്ടുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആദ്യം ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും ഒരല്പം കഴിയുമ്പോൾ വളരെ അങ്ങ് ക്വയറ്റായിരിക്കും. പിന്നെ യാതൊരു അനക്കവും കാണത്തില്ല. നമ്മളൊരു പക്ഷേ ചിന്തിക്കുമായിരിക്കാം അത് വിട്ടുപോയത്. എന്നാൽ വിട്ടുപോകുന്ന ഏത് സന്ദർഭത്തിലും അതിന് ഒരടയാളത്തോടു കൂടെ മാത്രമേ വിട്ടുപോകുകയുള്ളൂ. നോർമൽ സ്റ്റേജിൽ ഒരടയാളം കൊടുക്കും. ചില ദൈവദാസന്മാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, നീ കരങ്ങൾ 3 പ്രാവശ്യം നിലത്തടിച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പല രീതികളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നുണ്ട്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളത് മനസ്സിലാക്കണം, ഭൂതങ്ങൾ വിട്ടുപോയി എന്നുള്ളതിന് വ്യക്തമായിരിക്കുന്ന ഒരു അടയാളം ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എഴയുന്നതോ വലിയുന്നതോ അല്ല. ഈ ഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ ഇവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഫസ്റ്റ്
ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് വിട്ടുപോയെന്ന്. എന്തായിരിക്കണം വേർഡ്? ഏബിൾ ടു കൺഫസ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ ലോർഡ്. ഇവരുടെ നാവ് കൊണ്ട് പറയണം യേശു കർത്താവെന്ന്. ഇവരോട് പറയണം, ഒന്ന് പറയിപ്പിക്കണം, യേശു കർത്താവ്. അതുപോലെ തന്നെ യേശുവിന് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്ലൻസ്ഡ് മീ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയിപ്പിക്കുമെങ്കിൽ നോർമലി ഒരു ഡീമൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ഈ വേർഡ് പറയുവാൻ സാധ്യമല്ല. വെറുതെ പറയുന്ന കാര്യമല്ല, അല്ലാതെ വേദപുസ്തകം പറയുന്നു യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും പറയുവാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിനെ ഞാൻ കർത്താവെന്ന് പറയണമെങ്കിൽ അത് കർത്താവേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ കർത്തൃത്വം നടത്തുന്നവൻ, ദ വൺ ഹു ലീഡ്സ്. എൻ്റെ ലോഡ്ഷിപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ മേലുള്ള ലോഡ്ഷിപ്പാണ് ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ് വെളിപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ക്ലിയറായിട്ട് പറയുവാൻ സാധിക്കും, ഈ വ്യക്തിക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ നോർമലി അത് വെളിപ്പെടുത്തുന്നത് അവരുടെ ഭൂതം വിട്ടുമാറിയെന്നാണ്. എന്നാൽ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ഭൂതങ്ങൾ വിട്ടുപോയ വ്യക്തിയെ അറ്റ് ദ ഏർലിയസ്റ്റ് ആ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, ബി ഷുവർ ദാറ്റ് the delivered person is filled with the Holy Spirit.